വോയിസ് ഓഫ് റിവൈവൽ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 1904 വെയിൽസിൽ ഒരു വലിയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ലഗോർ മോറിയ ചാപ്പലിൽ വെളിപ്പെട്ട ഈ ചെറിയ ഉണർവ് അത് കത്തിപ്പടർന്ന് വെയിൽസ് ആകമാനം ഒരു ഉണർവിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ഒരു ദേശം തന്നെ ഉണർവിലേക്ക് വരുന്ന ഒരു വലിയ സംഭവമായിരുന്നു വെയിൽസിൽ നടന്ന ഈ വെൽഷ് റിവൈവൽ. ഈ ഉണർവിൻ്റെ തീ അനേക ദേശങ്ങളിലേക്ക് കത്തിപ്പടർന്ന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു. A great revival happened in 1904 in Wales, which is called as the Welsh Revival. That which started as a small revival in Lagor spread all across Wales as a wildfire. A mighty revival swept all across Wales, and the revival fire spread into different nations of the world, bringing this revival experience in different nations of the world. And the man whom God used was a 26-year-old young man whose name was Evan Roberts. ഈ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസനാണ് 26 വയസ്സുകാരനായ യൗവനക്കാരനായ ഇവാൻ റോബർട്ട്സ്. 12ാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം കാരണം തൻ്റെ പഠനം നിർത്തി തൻ്റെ പിതാവിനോട് കൂടെ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുവാൻ ആരംഭിച്ച ഇവാൻ റോബർട്ട്സ് തൻ്റെ 13ാമത്തെ വയസ്സിലാണ് കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തോട് ഒത്തിരി അടുത്ത് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവാൻസ്. ആ പ്രായത്തിൽ തന്നെ തൻ്റെ ജനത്തെക്കുറിച്ച് തൻ്റെ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ആത്മീയ നിലവാരമൊക്കെ മനസ്സിലാക്കി തൻ്റെ ജനത്തെക്കുറിച്ചും വെയിൽസിനെ കുറിച്ചും ഒരു ആത്മഭാരം തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അഭയാചനയും കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവാൻ റോബർട്ട്സ്. മണിക്കൂറുകൾ താൻ പ്രാർത്ഥനയിൽ മുഴുങ്ങി ദൈവത്തോട് വെയിൽസിൽ ഒരു ഉണർവ് വരുവാനായി ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ചില സമയങ്ങളിൽ ആഹാരം പോലും കഴിക്കുവാൻ മറന്നുപോയി രാത്രികളിലേക്ക് തൻ്റെ പ്രാർത്ഥന നീണ്ടു നിൽക്കുന്ന അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവാൻ റോബർട്ട്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രയർ മീറ്റിംഗിലേക്ക് ഇവാൻസ് പോകുകയും അവിടെയുള്ള ദൈവദാസൻ തന്നോട് പ്രാർത്ഥിക്കുവാൻ പറയുകയും ചെയ്തത്. അപ്പോൾ ഇവാൻസ് പ്രാർത്ഥിക്കുന്നു. ഇവാൻസിന്റെ പ്രാർത്ഥനയിൽ ഒരു അഭിഷേകം വെളിപ്പെടുകയും അനേകരത് സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നിന്റെ മേൽ ദൈവത്തിന് ഒരു വിളിയുണ്ട്. അതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി ദൈവവിളിയുടെയും ആ വലിയ ആഹ്വാനം ഇവാൻസിന് കൊടുക്കുകയാണ്. ഇവാൻസ് അത് കേട്ട് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് തീരുമാനമെടുക്കുന്ന ഇവാൻ റോബർട്ട്സിന്റെ ജീവിതം. ഹല്ലേലൂയ. ഈ ദേവദാസനോട് കൂടെ ചേർന്ന് അനേക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനാ കൂട്ടങ്ങളും മീറ്റിംഗ്സ് എടുക്കുന്ന അങ്ങനെ ഒരു കാര്യത്തിൽ താൻ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശുശ്രൂഷകളുടെ ഇടയ്ക്ക് തന്റെ ഹൃദയത്തിൽ വലിയൊരു ബോധ്യമുളവായി പരിശുദ്ധാത്മാവില്ലാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്നാനവും ഇല്ലാതെ ദൈവവേല ചെയ്യുവാൻ സാധ്യമല്ല എന്നൊരു ബോധ്യം തന്റെ ഉള്ളിൽ ഉളവാകുവാൻ ഇടയായിത്തീർന്നു. ഒരു വലിയ വ്യതിയാനം കാണണമെങ്കിൽ, ഒരു വലിയ വ്യത്യാസം തൻ്റെ ജനത്തിന് തൻ്റെ സമൂഹത്തിൽ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്യന്തമായ ശക്തിയുടെ ഒരു വ്യാപാരം നടക്കണമെന്ന് തൻ്റെ ഹൃദയത്തിൽ തനിക്ക് ബോധ്യമായി വീണ്ടും ശുശ്രൂഷകളുടെ ഇടയ്ക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഇവാൻ റോബർട്ട്സിന്റെ ആ ജീവിത രീതി ഇവാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അങ്ങനെയുള്ള തുടർമാനമുള്ള അങ്ങനെയുള്ള ആഴമായ തീവ്രമായ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഒരു ദിവസം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം തട്ടി ഉണർത്തുകയും സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെടുന്ന ഒരു അനുഭവം തനിക്ക് ഉണ്ടായി. ഏകദേശം 4 മണിക്കൂറോളം താൻ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ആത്മപകർച്ച തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെയുള്ളൊരു അനുഭവം ഏകദേശം 3-4 മാസങ്ങൾ തുടരുവാൻ ഇടയായി. എല്ലാ രാത്രികളിലും ഏകദേശം 1 മണിയാകുമ്പോൾ പെട്ടെന്ന് ഇവാൻസ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ഏകദേശം 4 മണിക്കൂറോളം ദൈവസാന്നിധ്യത്തിൽ സ്വർഗത്തിൽ താൻ ദൈവത്തോട് ചെലവിടുകയും ചെയ്യുന്ന അങ്ങനെയുള്ള അസാധാരണമായ അനുഭവം ഇവാൻസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായി ഇവാൻസ് വീണ്ടും ദൈവവേലയിൽ ഉറ്റ ഇരിക്കുകയാണ്.
അന്നത്തെ ചർച്ചിന്റെ ആ നിബന്ധന അനുസരിച്ച് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ബൈബിൾ കോളേജിൽ പോയി ട്രെയിനിങ് പ്രാപിച്ച് ട്രെയിനിങ് ചെയ്യണമെന്ന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇവാൻ റോബർട്ട്സ് ന്യൂ കാസൽ എവലിൻ ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാനായി തന്നെ ചർച്ചിൽ നിന്ന് അയക്കുകയാണ്. 1905 ഇവാൻ റോബർട്ട്സ് ന്യൂ കാസൽ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. അവിടെ തൻ്റെ പഠനം ആരംഭിക്കുന്നു. ആ പഠനമൊക്കെ ആരംഭിച്ചുവെങ്കിലും ഈ ആത്മഭാരം കാരണം താൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്നുകൊണ്ട് അത് തൻ്റെ ഉള്ളിൽ തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ സെയ്ത്ത് ജോഷുവ എന്ന ഉണർവ് പ്രാസംഗികനായ ഈ ദൈവത്തിന്റെ ദാസൻ അതിന്റെ തൊട്ടടുത്ത പട്ടണത്തിൽ ഒരു ചെറിയ ഉണർവ് നടക്കുകയും ന്യൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു ദൈവത്തിന്റെ ഒരു മൂവ് അവിടെ നടക്കുകയാണ്. ആ ഉണർവ് യോഗങ്ങൾ കഴിഞ്ഞ് താൻ ആയിരിക്കുന്ന ന്യൂ കാസൽ എംലിനിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത അവിടെയുള്ള ബൈബിൾ കോളേജ് സ്റ്റുഡൻസിന് കിട്ടി. അവരെല്ലാവരും ഈ ഉണർവ് യോഗങ്ങളിലേക്ക് സെയ്ത്ത് ജോഷുവ എന്ന് പറഞ്ഞ ഈ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന ഈ മീറ്റിങ്ങുകളിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. സെയ്ത്ത് ജോഷുവ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വെയിൽസിന് വേണ്ടി വലിയ ഒരു ആത്മഭാരം കൊണ്ടു നടന്ന ഈ സെയ്ത്ത് ജോഷുവ ദൈവമേ വെയിൽസിനെ എനിക്ക് തരണമേ എന്ന് അങ്ങനെയുള്ള നിരന്തരമായ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ഹൃദയത്തിന്റെ ആഴമായ സമർപ്പണത്തിൽ നിന്ന് ഈ ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിക്കുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം സെപ്റ്റംബർ 27, 1904 അന്നത്തെ മീറ്റിംഗിൽ ഇവാൻ റോബർട്ട്സും അവിടെ ഉണ്ടായിരുന്നു. ഈ ദേവദാസൻ പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനം താൻ പറഞ്ഞു, ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ആകമാനം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് അർത്ഥമുള്ള ഇംഗ്ലീഷിൽ ബെൻഡ് us, O God, bend us, O God എന്ന് താൻ പറയുവാനും താൻ പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. ആഴമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവമേ, ആഴമായി ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, ഞങ്ങളെ കുനിക്കുന്നു എന്നുള്ള രീതിയിൽ bend us, O God, we bend ourselves before you എന്നുള്ള രീതിയിൽ താൻ ആത്മാർത്ഥമായി തന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ നിന്ന് അനേകർ ആ പ്രാർത്ഥന ഏറ്റെടുത്തു. എങ്കിലും ഇവാൻ റോബർട്ട്സ് ആ പ്രാർത്ഥനയെ തന്റെ സ്വന്തം പ്രാർത്ഥനയായി താൻ അതിനെ ഏറ്റെടുക്കുകയാണ്. ഇവാൻ റോബർട്ട്സ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി. ഇവാൻ റോബർട്ട്സ് വീണ്ടും ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനയായി, ദൈവമേ ഞാൻ എന്നെ സമ്പൂർണമായി എന്നെ ഏൽപ്പിക്കുന്നു. താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഓ ഗാഡ് ബെൻഡ് മീ, ഓ ഗാഡ് ബെൻഡ് മീ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു, എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ പദ്ധതികളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു എന്ന് ഇവാൻ റോബർട്ട്സ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും താൻ ഒരു ദിവസം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു ദർശനം താൻ കാണുകയാണ്. പെട്ടെന്ന് സ്വർഗം തുറന്നതായിട്ടും അവിടെ നിന്ന് ഒരു കൈ, ദൈവത്തിന്റെ ഒരു കൈ താഴെ വെയിൽസിലേക്ക് വെളിപ്പെട്ട് വരുന്നത് പോലെ ഒരു സ്വർഗീയ ദർശനം ദൈവം ഇവാൻസിനെ കാണിക്കുവാൻ ഇടയായിത്തീർന്നു. God showed a great sign from heaven. He saw a vision as an outstretched arm coming out of heaven and coming into Wales. തനിക്ക് ദൈവത്തിൽ നിന്നൊരു ഉറപ്പായി ഈ ഉണർവ് തൻ്റെ ദേശത്തിലേക്ക് വരും എന്ന് തൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പായി തീർന്നു. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ദൈവമേ എനിക്ക് 1,00,000 ആത്മാക്കളെ കർത്താവെ തരണമേ, 1,00,000 ആത്മാക്കൾ വെയിൽസിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരണമേ എന്ന് താൻ സ്തോത്രം വിശ്വാസത്തിനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. When Ivan Roberts saw this great vision from God as a hand outstretched from heaven into Wales, he began to pray a faithful prayer saying, God, give me 1,00,000 souls in Wales. And he began to make this great prayer to God. And അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ആഴമായി തന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ബൈബിൾ കോളേജിലെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ താൻ തൻ്റെ
പ്രിൻസിപ്പളായ ഇവാൻ ഫിലിപ്സ് എന്ന് പറഞ്ഞ തന്റെ പ്രിൻസിപ്പലിനോട് താൻ പോയി പറയുക, സാറേ, എനിക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോയി അവിടെയുള്ള എൻ്റെ ജനത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം, ഉണർവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രിൻസിപ്പൽ പെർമിഷൻ കൊടുക്കുന്നു. ഇവാൻസ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ ചെറിയ കൂട്ടങ്ങൾ ക്രമീകരിക്കുവാൻ തന്റെ പാസ്റ്ററിനോട് അനുവാദം ചോദിക്കുന്നു. പാസ്റ്റർ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടമായി അവിടെ ശുശ്രൂഷ താൻ ആരംഭിക്കുകയാണ്. ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടം 2 ആഴ്ച കൊണ്ട് ഒരു വലിയ ഉണർവായി വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 2 ആഴ്ച കൊണ്ട് സ്തോത്രം ആകമാനം ഇവാൻസ് ആയിരുന്ന തൻ്റെ ആ ഗ്രാമം, തൻ്റെ ആ ടൗൺഷിപ്പ് ആകമാനം പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ചലനത്തിന് കീഴിൽ വരുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം 100,000 ആൾക്കാർ കർത്താവിലേക്ക് 5-6 മാസം കൊണ്ട് തന്നെ വരുവാൻ ഇടയായിത്തീർന്നു. വലിയ ദൈവ സാന്നിധ്യവും വലിയ ആത്മപ്രവാഹവും ആ മീറ്റിങ്ങുകളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ മീറ്റിങ്ങുകളിൽ ജനം സ്തോത്രം ഓടിക്കൂടുവാൻ ഇടയായിത്തീർന്നു. ഒരു സമയങ്ങളിൽ ചർച്ചിൽ വരാത്ത, സഭകളിൽ വരാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു മാനുഷികമായിട്ടുള്ള ആകർഷണം എന്ന രീതിയിൽ an invisible force began to draw people to the place of worship and in the place of prayer. ദൈവത്തിന്റെ തന്നെ ഒരു വലിയ ആത്മപ്രവാഹം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. രാത്രിയും രാവിലെയും ഒക്കെ നീണ്ടു നിൽക്കുന്ന അങ്ങനെയുള്ള പ്രെയർ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ കൂട്ടങ്ങളിലേക്ക് ജനം ഓടിക്കൂടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വരും. പെട്ടെന്ന് ദൈവസാന്നിധ്യം വെളിപ്പെടും. പെട്ടെന്ന് ജനം പാപബോധത്താൽ നിറഞ്ഞ് വലിയ ഒരു മാനസാന്തരത്തിന്റെ ഒരു ആത്മപ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. മീറ്റിങ്ങുകളിൽ സ്തോത്രം ചെറിയ രീതിയിൽ ആരെങ്കിലും പ്രാർത്ഥിച്ച് പാടുവാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു ആത്മനിറവ് വെളിപ്പെടും. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഈ മാനസാന്തരത്തിന്റെ ഒരു ആഴമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. പെട്ടെന്ന് ആൾക്കാർ പൊട്ടി കരയുവാനും അവരുടെ പാപങ്ങളെ ഏറ്റുപറയാനും അനുദപിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അങ്ങനെ അവരുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്ന വലിയ ഒരു പ്രതീതി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആകമാനം വലിയ ഒരു മാനസാന്തരത്തിന്റെയും രൂപാന്തരത്തിന്റെയും പ്രവൃത്തി ഈ ഉണർവ് മീറ്റിങ്ങുകളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം, മോറിയ ചാപ്പലിൽ മാത്രമല്ല അടുത്തുള്ള എല്ലാ സഭകളിലും പെട്ടെന്ന് ജനം കൂടുവാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനുദപിക്കുവാൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഒരു സന്ദർശനമെന്ന് മനസ്സിലാക്കി സ്തോത്രം ജനമെല്ലാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അങ്ങനെ ഒരു പ്രതീതി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ട ഈ മാനസാന്തരത്തിന്റെ പ്രവൃത്തി സ്തോത്രം വെയിൽസിനെ ആകമാനം തിരിച്ചു മറിക്കുവാൻ ഇടയായി തീർന്നു. വലിയ അനുതാപം, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഒരു നാഷണൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ഈ ഉണർവ് യോഗങ്ങൾ ഇതുപോലെ കത്തിപ്പടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സോക്കർ അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചുകളും അങ്ങനെയുള്ള കളിക്കാരും കാണികളും എല്ലാവരും ഇപ്പോൾ ചർച്ചിലാണ്. എല്ലാവരും സോക്കർ അങ്ങനെയുള്ള ഫുട്ബോൾ മാച്ചുകൾ ക്യാൻസൽ ചെയ്യുന്നു. പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ക്യാൻസൽ ചെയ്യുന്നു. കൽക്കരി കനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ജോലി കഴിഞ്ഞ് ഒന്നെങ്കിൽ പബ്ബുകളും മദ്യശാലകളിലും അങ്ങനെ പോയി അവിടെ രാത്രി മൊത്തം സമയം ചെലവഴിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ മനം തിരിഞ്ഞ് ഇപ്പോൾ ചർച്ചുകളിലേക്ക് ഓടിക്കൊടുന്ന ഒരു പ്രതീതി. സ്തോത്രം, മദ്യശാലകൾ അടയ്ക്കുന്നു, മൂവി തിയേറ്ററുകളും സിനിമാ ഹാളുകളും അടയ്ക്കുന്നു. സ്തോത്രം, അവിടുത്തെ ക്രൈം റേറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. പോലീസിന് ജോലിയില്ലാത്ത ഒരു ജയിലുകൾ അടച്ചിടേണ്ടി വരുന്നു. ജഡ്ജസിന് അവിടെ വിചാരണ ചെയ്യുവാൻ കേസുകളില്ലാതെ അത്രമാത്രം ഒരു വലിയ രൂപാന്തരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. A great transformation began to manifest during this revival in Wales. There was a great change of character. There was great transformation. All the matches and football matches and all these entertainment kind of things were shut down. People were now running into the churches.
alcohols and pubs and movie theaters and prostitute homes were all closed, and people were repentant and they were coming into the churches. It was great change, great transformation, a great work of the Holy Spirit of God, bringing deep repentance into the communities. വേശ്യകളായി അല്ലെങ്കിൽ വേശ്യാലയങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സാന്തരപ്പെടുകയാണ്. വേശ്യാലയങ്ങൾ അത് പ്രാർത്ഥനാലയങ്ങളായി അവിടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആരംഭിക്കുന്ന അങ്ങനെയുള്ള പ്രതീതി വെയിൽസിൽ ആകമാനം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. വലിയ ഒരു മാനസാന്തരം, ഒത്തിരി കൂട്ടം ലക്ഷക്കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് തിരിയുവാൻ ഇടയായിത്തീർന്നു. അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളും അവരുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇവാൻ റോബർട്ട്സിനെ ദൈവം അസാധാരണമായ ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളാലും നിറച്ചു. ഇവാൻ റോബർട്ട്സ് ഒരു മീറ്റിംഗിലേക്ക് പോകും. സ്തോത്രം, 1-2 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ സ്വർഗം തുറന്നതുപോലെ ഒരു ആത്മപ്രവാഹം പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ജലപ്രളയം പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും അവിടെ വെളിപ്പെടും. ഇവാൻ റോബർട്ട്സ് പറയും, ഇവിടെ സ്തോത്രം ഈ ഇന്ന പാപം ചെയ്ത ആരോ ഈ മീറ്റിംഗിൽ ഉണ്ട് എന്ന് താൻ പറയും. ഈ മീറ്റിംഗിന്റെ ഹാളിൽ അങ്ങേയറ്റം ഇങ്ങനെ പാപം ചെയ്ത ഒരാൾ അവിടെ നിൽപ്പുണ്ട്, ഈ ഹാളിന്റെ പുറത്ത് ഇങ്ങനെ ഒരാൾ നിൽപ്പുണ്ട് എന്ന് താൻ ഈ പാപങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. സ്തോത്രം, പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അനുതാപവും മനസ്സാന്തരങ്ങളും പൊട്ടി ദൈവസന്നിധിയിൽ കഴിഞ്ഞ് അവരെ തന്നെ താഴ്ത്തുന്ന അങ്ങനെയുള്ള ഒരു പ്രതീതി വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവാൻ റോബർട്ട്സും തന്റെ സഹോദരനായ ഡാനും തന്റെ കൂട്ടുകാരനായ സിഡ്നിയും കൂടെ അനേക സ്ഥലങ്ങളിലേക്ക്, വെയിൽസിന്റെ അനേക സ്ഥലങ്ങളിൽ പോയി അനേക സ്ഥലങ്ങളിൽ ഈ ഉണർവ് യോഗങ്ങൾ നടത്തുവാനും അവിടെ എല്ലാം സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. വലിയ അനുതാപം, വലിയ മാനസാന്തരം, വലിയ ട്രാൻസ്ഫോർമേഷൻ വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം, ഇത് വെയിൽസിൽ മാത്രമല്ല, ഈ ഉണർവിന്റെ ഈ ന്യൂസ് അനേക സ്ഥലങ്ങളിലേക്ക് പടരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം, അയർലാൻഡിൽ നിന്നും, സ്കോട്ട്ലൻഡിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, സൗത്ത് ആഫ്രിക്ക, ഹോളണ്ട്, അങ്ങനെ അനേക രാജ്യങ്ങളിലേക്ക് വെയിൽസിൽ നടക്കുന്ന ഈ ഉണർവ് കാണുവാൻ, അനുഭവിക്കുവാൻ അനേകർ വന്നു. ഈ ചലനത്തിൽ അവരും സ്പർശിക്കപ്പെട്ടു. അവരും സ്തോത്രം ഈ ഉണർവിന്റെ തീയായി അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാം ഉണർവുകൾ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, വെയിൽസിന്റെ ഈ ഉണർവ് ഭാരതത്തെയും അത് സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. 1905 മുക്തി മിഷനിലെ മഹാരാഷ്ട്രയിലുള്ള പണ്ഡിത രമാഭായും ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. വെയിൽസിൽ ഇങ്ങനൊരു ഉണർവ് നടക്കുന്നു, അതുകൊണ്ട് താനും തൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഒത്ത് അവരും സ്തോത്രം ഈ ഒരു ഉണർവിനെ അവരുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ക്രമീകരിക്കുകയാണ്. ജൂൺ 1905 സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഉണർവിന്റെ കാറ്റും തീയും സ്തോത്രം പണ്ഡിത രമാബായി ആ മുക്തി മിഷനിൽ ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം അവിടേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. വെയിൽസിൽ നിന്ന് അനേക മിഷണറിമാർ സ്തോത്രം ദേശത്തിന്റെ അനേക സ്ഥലങ്ങളിലേക്ക്, റഷ്യയിലേക്ക്, ചൈനയിലേക്ക്, കൊറിയയിലേക്ക് ഈ ഉണർവിന്റെ തീയായി പോകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ജോസഫ് ജോൺസ് ആൻഡ് ജാനി എന്ന് പറഞ്ഞ സ്തോത്രം വെയിൽസുകാരായ ഈ ദമ്പതികൾ അവര് ചില വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവര് പാകിസ്ഥാനിലും ബാംഗ്ലാദേശിലും ഭാരതത്തിലും ഒക്കെ മിഷണറികളായി വർക്ക് ചെയ്യുവാൻ അവർ വന്നു. സ്തോത്രം, ജോസഫ് ജോൺസ് താനും കേട്ടു വെയിൽസിൽ ഈ വലിയ ഉണർവ് നടക്കുന്നു. സ്തോത്രം, താനും വെയിൽസിലേക്ക് പോകുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ ചലനത്തിൽ തന്റെ ജീവിതവും ആകമാനം സ്പർശിക്കപ്പെടുകയാണ്. ഈ ഉണർവിന്റെ തീ ജോസഫ് ജോൺസ് എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ ദാസൻ താൻ സ്തോത്രം ഭാരതത്തിലേക്ക് മടങ്ങി വന്ന് നോർത്ത് ഈസ്റ്റിലേക്ക്, കാസി മലകളിലേക്ക്, മേഘാലയ, ഷില്ലോങ്, നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു വലിയ ഉണർവിന്റെ തീ അവിടെയും കത്തിപ്പടരുവാൻ ഇടയായിത്തീരുന്നു. വെയിൽസിൽ ആരംഭിച്ച ഈ ഉണർവ് ഭാരതത്തെയും സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. മേഘാലയ, ഷില്ലോങ്, നോർത്ത് ഈസ്റ്റ്, കാസി മലകൾ എല്ലാം ഒരു വലിയ ആത്മസന്ദർശനത്താൽ ഒരു ഡിവൈൻ വിസിറ്റേഷന്റെ കീഴിൽ വരുവാൻ ഇടയായിത്തീർന്നു. സിലാക്കോട്ടിൽ, പാകിസ്ഥാനിലെ സിലാക്കോട്ടിന്റെ ആ മീറ്റിങ്ങുകളിൽ സ്തോത്രം വെയിൽസിൽ തന്നു വന്ന ഈ ഉണർവിന്റെ വക്താക്കൾ അവിടെയും വന്ന് ആ മീറ്റിങ്ങുകളിലും
ജോൺ ഹൈഡ് ആരംഭിച്ച നേതൃത്വം കൊടുക്കുന്ന സിലാക്കോട്ട് കൺവെൻഷനിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മസ്പർശനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു യൗവനക്കാരനിൽ സ്റ്റാർട്ട് ചെയ്ത സ്തോത്രം, ഹല്ലേലൂയ, ഈ ചെറിയ ഉണർവ് ഒരു ദേശത്തെ തന്നെ ആകമാനം മാറ്റിമറിക്കുന്ന ഒരു ഉണർവായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഉണർവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അത് അനേക ഉണർവുകൾക്ക് ഒരു ആരംഭം കുറിക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം 30ഓളം ഉണർവുകളുടെ ഒരു ഉത്ഭവ സ്ഥലമായി വെയിൽസിന്റെ ഈ ഉണർവ് മാറുവാൻ ഇടയായി തീർന്നു. 1906 അസൂസ, ലോസ് ആഞ്ചലസ്, കാലിഫോർണിയയിൽ നടന്ന ആ ഉണർവിന്റെയും ഒരു ആരംഭം, ആ ഉണർവിനും ഒരു രീതിയിൽ കാരണമായി തീർന്നത്, ഒരു കാറ്റലിസ്റ്റ് ആയി തീർന്നത് 1904 ഉള്ള വെയിൽസിൽ നടന്ന ഈ വെൽഷ് റിവൈവൽ ആയിരുന്നു. ഹല്ലേലൂയ. What God did in Wales was something so spectacular. Not only did Wales come under a divine visitation of God and it touched many nations of the world, but this revival in Wales became a catalyst for many revivals, including the great Azusa revival that happened in Los Angeles, Azusa. Hallelujah. Praise God. ഈ വെയിൽസ് റിവൈവലിനെ കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അസാധാരണമായ ഒരു ദേശം തന്നെ, ഒരു രാജ്യം തന്നെ ഉണർവിലേക്ക് വരുവാൻ 2 വർഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ ഉണർവിലേക്ക് വരുവാൻ, കൂട്ടമായി വലിയ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും വരുന്ന അങ്ങനെ ഒരു പ്രതീതി സ്തോത്രം വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ അന്ത്യനാളുകളിൽ സ്തോത്രം സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന തൻ്റെ വാഗ്ദത്തങ്ങളെ താൻ നിവർത്തിക്കുന്ന നിമിഷങ്ങളിലാണ് നാം വന്നിരിക്കുന്നത്. 1904 വെയിൽസിൽ സ്തോത്രം വെളിപ്പെട്ട ഈ ഉണർവ് നമുക്ക് ഒരു പ്രചോദനമാണ്, നമുക്കൊരു മാതൃകയാണ്. സ്തോത്രം, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കിട്ടിയാൽ, സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കുന്ന, ആത്മഭാരത്തോട്, താഴ്മയോട്, സമർപ്പണത്തോട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ കൂടെ, ഒരു കൂട്ടത്തിൽ കൂടെ സ്തോത്രം ദേശങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു ചലനത്തെ കൊണ്ടുവരുവാൻ, ഒരു ആത്മ പ്രവാഹത്തെ കൊണ്ടുവരുവാൻ, ഒരു വലിയ വ്യതിയാനത്തെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് 1904 നടന്ന ഈ വെയിൽസിലെ ഈ ഉണർവ് നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. കൽക്കരി ഖനിയിൽ, കോൾ മൈനിൽ ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാരായി അസഭ്യം സംസാരിക്കുന്ന, സ്തോത്രം ചീത്ത പറയുന്ന, അത്രമാത്രം പാപത്തിലും മദ്യപാനത്തിലും തകർന്ന ജീവിതങ്ങൾ ജീവിക്കുന്ന, മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഈ കൂട്ടം ജനം ആകമാനം പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ ചലനത്തിൽ, ഈ വലിയ ആത്മപ്രവൃത്തിയിൽ ആകമാനം അവർ മാനസാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പേർ കർത്താവിലേക്ക് വന്നു. സ്തോത്രം. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു വലിയ രൂപാന്തരം വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. മദ്യശാലകൾ അടച്ചു, വേശ്യാലയങ്ങൾ അടയ്ക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അനേകം മാസങ്ങൾ സ്തോത്രം വേറെ ഒരു കാര്യവുമില്ല. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുവാൻ സ്തോത്രം സഭകളിൽ ഓടിക്കൂടുന്ന, എവിടെ നോക്കിയാലും ഹാളിൽ ഇരിക്കുവാൻ ഇടമില്ലാത്ത രീതിയിൽ, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ആരും വിളിക്കേണ്ട, ആരും ഒത്തിരി നിർബന്ധിക്കേണ്ട, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാൽ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് ഓടിക്കൂടുന്ന സ്തോത്രം, തിക്കി തിരക്കി ഇരിക്കുവാൻ സകലം സ്ഥലമില്ലാത്ത അങ്ങനെയുള്ള നിലവാരത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം വെയിൽസിൽ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. Praise God. Hallelujah. ഈ അന്ത്യകാലങ്ങളിൽ സ്തോത്രം ദൈവം വെയിൽസിൽ ചെയ്തതിനേക്കാൾ, ഈ അന്ത്യനാളുകളിൽ ദൈവം വെയിൽസിൽ ചെയ്തതിനേക്കാൾ, അസൂസയിൽ ചെയ്തതിനേക്കാൾ, മറ്റ് ഉണർവുകളിലൊക്കെ നടന്നതിനേക്കാൾ
വലിയവ ചെയ്യുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വളരെ വിശ്വാസത്തോടും സമർപ്പണത്തോടും ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. ഒരു വലിയ ഉണർവ് ദേശങ്ങളിലേക്ക് വെളിപ്പെടുവാനുള്ള സമയം ആയി അതിനുവേണ്ടിയുള്ള സമയമായി. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. God bless you.